വഖഫ് നിയമത്തെ പിന്തുണച്ച് 3 സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. അസം, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ വൈഎസ്ആർ കോൺഗ്രസ് നിയമത്തിനെതിരെ ഹർജി ഫയൽ ചെയ്തു. ബി ബാലഗോപാലുണ്ട് വിവരങ്ങൾ നൽകും. ബാലു, പ്രതീക്ഷ, മറ്റന്നാൾ വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള വിവിധ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിർണായകമായ നീക്കം ഇപ്പോൾ 3 BJP ഭരണ സംസ്ഥാനങ്ങൾ നടത്തിയിരിക്കുന്നത്. അസം, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമം റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിയമം ഒരു കാരണവശാലും സുപ്രീം കോടതി സ്റ്റേ ചെയ്യരുതെന്നും ഈ 3 സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജികളിൽ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ സുപ്രീം കോടതിയിൽ വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് നൽകിയിരിക്കുന്ന ഹർജിയിൽ കക്ഷി ചേരാൻ നൽകിക്കൊണ്ടാണ് ഈ 3 സംസ്ഥാനങ്ങൾ ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഈ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ചുകൊണ്ട് 3 സംസ്ഥാനങ്ങൾ ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് പ്രധാനമന്ത്രി ഈ വഖഫ് നിയമത്തെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഇതിനിടെ നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൈഎസ്ആർ കോൺഗ്രസും ഇന്ന് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റന്നാൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ ഹർജികളും അപേക്ഷയും പരിഗണിക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.